സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന അമ്മപെങ്ങന്മാരെ, എന്റെ ആരാധ്യൻ. നഗ്ന നേത്രങ്ങളാൽ ദൃശ്യമാവുന്നത് മുഴുവൻ പരമമായ സത്യമായിക്കൊള്ളണമെന്നില്ല. പഞ്ചഭൂതങ്ങളും പഞ്ചേന്ദ്രിയങ്ങളും ആവർത്തനത്തിന്റെ നിഗൂഢതയിൽ സമഞ്ജസമായി സമ്മേളിക്കുമ്പോൾ ഉത്ഭൂതമാകുന്ന ജുഗുപ്സാവഹമായ വെറും തോന്നലാവാം അത്. സുഹൃത്തെ, എത്ര വിശദീകരിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാക്കാനൊക്കാത്ത 1000 പരിരംഭണങ്ങളുണ്ട് പ്രപഞ്ചത്തിൽ. தொடர்ந்து வரும் நீதானே மெய்யெழுத்து, நான் போடும் கையெழுத்து அன்பே. உலகம் மொழியில் வரும் எல்லாமே நேரெழுத்து, காதல் தான் கண்ணெழுத்து அன்பே. மயிலிறகே மயிலிறகே வருடுகிறாய் மெல்ல, மழை நிலவே மழை நிலவே விழியில் எல்லாம் വിളിക്കണോ? വേണ്ട, എൻ്റെ നിന്ദ്രയുടെ നമ്പറുണ്ടല്ലോ, വിളിച്ചു നോക്കിയാലോ? എന്താ? അല്ലെങ്കിൽ വേണ്ട, അച്ചു പറഞ്ഞ വഴക്ക് കിട്ടും. അല്ലെങ്കിൽ വിളിക്കാം, അതിനിപ്പോൾ എന്താ? അച്ചുപോലെ തന്നെ എനിക്ക് ഇന്ദ്രയെ ഇഷ്ടമല്ലേ? രണ്ടുപേരും എനിക്ക് ഇമ്പോർട്ടൻ്റാ. അപ്പോൾ വിളിച്ചാലോ? എന്തെല്ലാം ആവട്ടെ, ഞാൻ വിളിക്കാൻ പോവാം. ബെല്ല് പോണം. അയ്യോ, ഹലോ ഹലോ, ഇതാരാ? എന്താ ഒന്നും മിണ്ടാത്തെ? ഹലോ. ഓ, അല്ലെങ്കിൽ സമയമില്ല. ബാക്കിയത്തെന്താ പഴം കയറ്റി വെച്ചേക്കാണോ? മോശം. ഇത് നേരത്താണോ ഇതിനൊക്കെ കയറി വിളിക്കാൻ തോന്നുന്നത്? ഇന്ത്യക്ക് ഒരു മാറ്റമില്ല. അച്ഛൻ അവിടെ എന്താണോ അവ ചെയ്യുന്നത്? ഇന്ത്യയെ മാറ്റാന്നും പറഞ്ഞു പോയിട്ട് കണ്ടോ വായിന്ന് വന്നതൊക്കെ. സൗണ്ട് കേൾക്കാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. അറ്റ്ലാസ്റ്റ് തേര് തേക്കേണ്ടി വന്നു. അല്ലേലും ഇങ്ങനെ തന്നെയാണ്, ഇന്ത്യയിൽ മാറാനൊന്നും പോകുന്നില്ല. അച്ഛൻ എന്തിനാണോ അവിടെ പോയി നിൽക്കുന്നത്? ഒരാണെങ്കിലും ഇപ്പോൾ അങ്ങോട്ട് പോകാൻ തന്നെ നല്ലത്. ഇന്ത്യയിൽ മാറാത്ത സ്ഥിതിക്ക് ഇനി അവിടെ പോകണമെന്ന് പറയണ്ട ആരോടും. ഓ, അല്ലെങ്കിൽ മനുഷ്യന്റെ സമനില ഇവിടെ തെറ്റിക്കുമ്പോഴാ ഓരോ നാശങ്ങളും കറക്റ്റ് ടൈമിൽ വിളിച്ചോളും. ഇനി എങ്ങാനും എന്നാലും അഗി, ഓ എന്റെ ഉറക്കം പോയി. ഞാനിവിടെ അങ്ങ് ഇരിക്കും. അവ അവിടെയാ കിടക്കുന്നേ. അഗിക്ക് ഏത് നേരം വേണോ പോയി കേറാൻ ഒരുക്കവാ. ഓ, സമാധാനം പോയല്ലോ. ഇല്ല അഗി, എന്റെ കൊക്കിന്റെ ജീവനുണ്ടെങ്കിൽ കിച്ചൂര് ഞാൻ നിനക്ക് തരത്തില്ല. ഞാനിങ്ങനെ ഇവിടെ ഇരുന്ന ഈ ടൈമിൽ വല്ല അവരുണ്ടോരും. എന്നാലും ഓ, ഉള്ള സമാധാനം പോയല്ലോ ദൈവമേ. ഓ, അവനോട് പറഞ്ഞ കേട്ടില്ലേ, ഇഷ്ടമല്ലെന്ന് പറഞ്ഞാൽ അത് കൊള്ളാവും പോലും. കാരണം അവന് ഇഷ്ടാവൂലും. അത് എന്റെ കിച്ചുവിന്. നീ എന്റെ വലിയച്ഛന്റെ മോനെന്നുള്ളതൊക്കെ ഞാനങ്ങ് മുറക്കൂടപ്പില്ലേ. ഓ ഞാനിങ്ങനെ ഇരിക്കുന്ന ടൈമിൽ അവരെ രണ്ടുപേരും അവിടെ ഒരുമിച്ച് റൂമിനകത്ത്. എന്നാൽ അവർ രണ്ടുപേരും എന്തായിരിക്കും റൂമിനകത്ത് ചെയ്തത് അത്രയും നേരം? ഓ, മിക്കവാറും എനിക്ക് വോട്ടാവൂലെ കാശിനാഥ. ഇല്ല, അങ്ങനെ ഇപ്പൊ സൂഹിക്കണ്ട. എന്ത് സൂഹിക്കണ്ടെന്ന്? ഞാനിത് എന്തൊക്കെ ചിന്തിച്ചുവിട്ടുന്നേ? അഗി അങ്ങനെ പറഞ്ഞെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ആണോ? മിണ്ടാതെ കിടന്ന് ഉറങ്ങാം. ആവശ്യമില്ലാത്ത ഓരോന്നും ചിന്തിച്ചു കൂട്ടിക്കോളും. അങ്ങനെയൊന്നും കാണത്തില്ല. അഗി ചുമ്മാ എന്നെ സമാധാനം പോയി. سلماتي بيبي
மரத்து கட்ட மைய வச்சு மைக்கு புட்ட நாட்டு கட்ட டவுனு கட்ட ரெண்டும் கலந்த செம கட்ட கையி ரெண்டும் உருட்டு கட்ட கண்ணு ரெண்டும் வெட்ட வெட்ட நெஞ்சுக்குள்ள ரத்தம் சொட்ட எதுக்கு வர கிட்ட சூரியனை தேவையெல்லாம் வித்துடலாமா ராத்திரிய மட்டும் இங்க வச்சுக்கலாமா திருப்பாச்சி மீசையில சிக்கிக்கலாமா நீயாச்சு நானாச்சு பார்த்துக்கலாமா chillax 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 மஞ்சனத்தி மரத்து கட்ட மைய வச்சு மைக்கு புட்ட நாட்டு கட்ட டவுனு கட்ட ரெண்டும் கலந்த செம கட்ட கையி ரெண்டும் உருட்டு கட்ட கண்ணு ரெண்டும் வெட்ட வெட்ட நெஞ்சுக்குள்ள ரத்தம் சொட்ட எதுக்கு வர கிட்ட தீம் தீம் தரரரம் தீம் தீம் தரரரம் ஆ ஆ ஆ உதட்டு சாயத்துல ஒட்டிக்கொள்ள வாடா உள்ள பத்து வேரல் தீக்குச்சிய பத்த வைக்க வாடி புள்ள கட்ட பொம்மை பேர நீ கத்தி மீச வீர முத்தம் வச்சு குத்தி கொள்ள செத்து போறேன் மாயாவிதான் நீயும் எங்க மயங்கி புட்ட நானும் அத்தங்கர மோகினியே பாணி என்ன கட்டி பிடிக்க Chillax, 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 chillax. Chillax, baby. உடம்பு பஞ்சு மெத்த கிட்ட வந்து காட்டு வித்த போயிடுப்பு வாட மாட்ட நாம் பிடிச்சா தாங்க மாட்டேன் கட்ட பொம்மை பேரண்டி வந்து விளையாடு பட்டா வாங்க தேவையில்லை கொட்டா போடு வெட்டியதான் சேர்த்து ஓ மரப்புல கோத்து என்னென்னமோ பண்ணுறீங்க நெஞ்சுக்குள்ள கெட்ட கனவு chillax 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 மஞ்சனத்தி மரத்து கட்ட மையர் வச்சு மைக்கு புட்ட நாட்டு கட்ட டவுனு கட்ட ரெண்டும் கலந்த செம கட்ட கையி ரெண்டும் உருட்டு கட்ட கண்ணு ரெண்டும் வெட்ட வெட்ட நெஞ்சுக்குள்ள ரத்தம் சொட்ட எதுக்கு வர கிட்ட சூரியனை தேவையெல்லாம் வித்துடலாமா ராத்திரிய மட்டும் இங்க வச்சுக்கலாமா திருப்பாச்சி மீசையில சிக்கிக்கலாமா நீயாச்சு நானாச்சு பார்த்துக்கலாமா chillax 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 ഞാ ഇങ്ങനെ നടക്കാൻ സമ്മതിച്ചേ കൂടാ ഓ ഇവിടെ ഇരുന്ന് ശരിയാവത്തില്ല അവൻ ഗസ്റ്റ് റൂമിലല്ലേ കിടക്കുന്നേ അങ്ങോട്ട് തന്നെ പോയേ പറ്റുള്ളൂ അവൻ്റെ തല്ല് വാങ്ങിച്ചാലും വേണ്ടില്ല ഞാൻ ചെയ്ത തെറ്റി തന്നെയാ എന്നാലും കുഴപ്പമില്ല ഇന്ന് രണ്ടിലൊന്നും അറിഞ്ഞിട്ട് എന്നാ കാര്യം ആഹാ ഇനി അവനും അഖിലിനുള്ളത് പോലെ തന്നെയാണോ എന്ന് എനിക്കൊന്ന് അറിയണം ഇനി ഓരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും കിച്ചു എന്റെയാ ഇവന്റെ മാത്രമാണ് എവിടെ പോയി പാതിരാത്രി ഓ കിച്ചു ഇനി അഖിലിന്റെ റൂമിലാണ് കാണും ചിലപ്പം കാണും അതാണല്ലോ അവരുടെ ഇരിപ്പ് പക്ഷെ ഇപ്പൊ ആണെങ്കിൽ ഞാൻ രണ്ടിനെയും കൊന്നിട്ട് ജയിലിൽ പോകേണ്ടി വരും അല്ലേലേ സമനില തെറ്റിയാ ഞാൻ നിൽക്കുന്നത് നോക്കട്ടെ ഇവിടെ എവിടെ ഇല്ലാന്നുണ്ടെങ്കിൽ പൊന്നു മോനെ അഖിലെ നീ ഒന്ന് വാങ്ങും അവനും ഒന്ന് വാങ്ങും എന്റെ കയ്യിൽ നിന്ന് ഓ ഇതെവിടെ ഇല്ല ഓ ഇവിടെ നിപ്പുണ്ടായിരുന്നു കിടന്നിട്ട് ഉറക്കം വരുന്നില്ലായിരിക്കും അവന് എങ്ങനെ വരാനാ മനസ്സ് മുഴുവൻ അഖിലേട്ടനല്ലേ കാണിച്ചു കൊടുക്കാം കിച്ചു നീ എന്താ കിടന്നില്ലേ ഓ ഈ കുരിശന്ത് ഇവിടെ
കിടന്നിട്ട് ഉറക്കം വന്നില്ല, അതുകൊണ്ട് കിടന്നില്ല. എന്താ എന്തെങ്കിലും പറയാനുണ്ടോ? ആക്ച്വലി പറയാനല്ല, നിന്റെ എനിക്ക് വാങ്ങാനുള്ളത്. കുറെ നാളായില്ലേ എൻ്റെ അടുത്ത് വന്നിന്ന് സംസാരിച്ചിട്ടോ, അല്ലെങ്കിൽ ഞാനുമായിട്ടൊന്ന് അടുത്ത് ഇടപഴകിയിട്ടോ ഒക്കെ. കിച്ചു, ഞാൻ ഓപ്പണായിട്ട് പറയാം. ഞാൻ കാരണം നിനക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. ജസ്റ്റ് അതൊന്നും മറക്കാൻ പറ്റുന്നതുമല്ല, ഐ നോ. ബട്ട് ഇത് നമ്മുടെ ലൈഫാണ്, നമ്മുടെ തീരുമാനം എടുക്കേണ്ടത്. ഇതിപ്പോൾ ഒരുപാടായി കിച്ചു. ഐ കാണ്ട്. എനിക്ക് നീ ഇല്ലാതെ പറ്റത്തില്ല. വേറൊന്നും വേണ്ട. നീ എൻ്റെ കൂടെ കിടക്കണ്ട, നീ എൻ്റെ കൂടെ സെക്സ് ചെയ്യണ്ട, ഒന്നും ചെയ്യണ്ട. ബട്ട് നൗ ഐ വോണ്ട് വൺ കിസ് ഫ്രം യു. ഒരേ ഒരെണ്ണം, അത് മാത്രം മതി. എനിക്ക് എന്നെ തന്നെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാ. എന്നെ കൊണ്ട് വയ്യകിച്ചു നിന്നിങ്ങനെ അടുത്ത് നിർത്തിയിട്ട് ഇതൊക്കെ സഹിച്ച് പിടിച്ചോണ്ട് നടക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ദൈവമേ, പാരയായി. ഓ, ഏത് നേരത്താണാവോ? ആക്ച്വലി ന്യായമായ ആവശ്യമാണല്ലോ. ഓ, അവനെ പട്ടിയെപ്പോലെ നടത്തിക്കാൻ തുടങ്ങിയിട്ട് ആണ്ട് കുറേയായി. ആക്ച്വലി ഇന്ദ്ര, ഇപ്പോൾ എനിക്ക് എൻ്റെ മൂഡ് അത്ര ഓക്കെ അല്ല. നമുക്ക് പിന്നോട് നോക്കാം. ഞാൻ എന്നാൽ കിടക്കാൻ പോവാം. ഗുഡ് നൈറ്റ്. കിച്ചു, ഞാൻ നിന്നോടാ ഇത്ര നേരം സംസാരിച്ചത്, നിന്നോടാ ഇപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. റോട്ടിൽ കൂടെ പോകുന്ന ആളെന്നല്ലല്ലോ, നീ എൻ്റെ ഹസ്ബൻഡ് അല്ലേ. ആൻഡ് എനിക്കിത് വേണം കിച്ചു. വേറൊന്നും ഞാൻ ചോദിക്കുന്നില്ല, വേറൊന്നും എനിക്ക് വേണ്ട. ബട്ട് വൺ കിസ്, അതെനിക്ക് വേണം. അത് നീ എൻ്റെ മാത്രമാണെന്നൊന്ന് ഉറപ്പിക്കാനാ. അതോ നീ എൻ്റെ അകന്ന് തുടങ്ങിയോ? പണ്ട് എന്നെ മാത്രം സ്നേഹിച്ചൊരു കിച്ചു ഉണ്ടായിരുന്നു, അതല്ലേ നീ? അതാണെന്ന് ഉറപ്പിക്കാൻ വേണ്ടി മാത്രമാ എനിക്കിത് വേണം. വേണമെന്ന് പറഞ്ഞാൽ വേണം. എൻ്റെ ദൈവമേ, അവൻ കടിക്കുമോ? ഓ, ഇന്ദിര, പ്ലീസ് അണ്ടർസ്റ്റാൻഡ് മൈ സിറ്റുവേഷൻ. ഞാനൊട്ടും ഓക്കെ അല്ല. ഞാൻ നിൻ്റെ കിച്ചു തന്നെയാണ്, അല്ലാതെ വേറെ ആരുടെ ആവാനാ? നിനക്കെന്തായാലും സംശയമാണോ? എനിക്ക് നിന്നെ എന്തിനും സംശയം? നിന്നെ എനിക്ക് സംശയമില്ല. പക്ഷെ നീ എൻ്റെ എനിക്ക് എൻ്റെ ഒരു സമാധാനത്തിന് ഒരു കിസ് എന്നിട്ട് നീ വെക്കോ? അത് ആസ്വദിച്ച് തരണമെന്നോ ആ മൂടോടുകൂടി തരണമെന്നല്ല. ജസ്റ്റ് വൺ കിസ്, അത് മാത്രം മതി കിച്ചു. എനിക്ക് അത് തരാൻ ഞാൻ നിന്നെ ഇവിടെ നിന്ന് വിടത്തില്ല, അതുറപ്പാ. അതെനിക്ക് വേണം. ഇന്ദ്ര, നീ എന്താ ചെയ്യാൻ പോന്നേ? ഓ, അടിച്ചാൽ ശരിയാവത്തില്ല, എല്ലാം പുറത്തു വരും. ഓ, തിരിച്ചൊന്നും പറയാനും പറ്റത്തില്ല. വല്ലം പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പാണ്. ദൈവമേ, ഇവനിതെന്തോ കൺഫ്യൂഷൻ അടിച്ചിട്ട് ഇവ ഇപ്പം ഇങ്ങനൊരു ഡ്രാമ കളിക്കുന്നത്, അത് ഉറപ്പാണ്. എന്നാൽ ഞാൻ കിച്ചുവല്ലെന്ന് തെളിയും. ഓ, ഒരു കിസ്സല്ലേ കൊടുക്കാം. അപ്പം എൻ്റെ ആക്കി, അയ്യോ, ഒന്നും പറ്റത്തില്ല. സെറ്റായ എന്നെ ബ്രേക്കപ്പ് ആവേണ്ടി വരുമോ? അവൻ കാണുന്നില്ലല്ലോ. ഞാനിത് എന്തൊക്കെ ചിന്തിക്കുന്നത്? എൻ്റെ കിച്ചുവിൻ്റെ ചെറുക്കൻ. എങ്ങാനും ഞാൻ നിന്ന് കൊടുത്തില്ലെങ്കിൽ ഡൗട്ടാവും. ഓ, എന്ത് ചെയ്യും ദൈവമേ, ചെറുത്താൻ്റെ കടലിൻ്റെ ഇടയ്ക്കാണല്ലോ. ഓ, ഞാനെങ്ങാനും വല്ലതും വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 2 പേരല്ല എന്നറിഞ്ഞു. ഇനി അർജുൻ വാസുദേവ് ശങ്കറും കൂടെ അല്ല എന്നറിഞ്ഞു കഴിഞ്ഞാൽ വാസുദേവ് ശങ്കറാണെന്ന് ഉറപ്പിക്കാം. അതുവരെ എങ്ങനെയെങ്കിലും ഇവിടെ പിടിച്ച് നിന്നേ പറ്റൂ. എന്തേലും ആവട്ടെ. ഇന്ദ്ര, ഞാൻ പറയുന്ന എത്തി കേക്ക്. എനിക്ക് നല്ല ജലദോഷമുണ്ട്. നമുക്ക് കിസ് നാളെ വച്ചാൽ പോരെ? പറ്റില്ല കിച്ചു, ഇന്നത്തെ സമാധാനക്കേടിന് നാളെ കിസ് വെച്ചിട്ട് കാര്യമില്ലല്ലോ. എനിക്ക് ഇന്ന് തന്നെ അറിയണം നിനക്കിപ്പോഴും എന്നെ ഇഷ്ടമാണോന്ന്.
നീ ഇപ്പോഴും ആ പഴയ ഇന്ദ്രനെ സ്നേഹിച്ചതുപോലെ എന്നെ സ്നേഹിക്കുന്നുണ്ടോന്ന്. നിനക്ക് വേണ്ടിയാണ് ഞാൻ മാറിയത്, നിനക്ക് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെയൊക്കെ ആയത്, നിനക്ക് വേണ്ടിയാണ് ഞാൻ എല്ലാം ഉപേക്ഷിച്ചത്. ഇത് നിനക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഇങ്ങനെ നിൽക്കുന്ന പോലും. സോ ടുഡേ ഐ വാണ്ട് വൺ കിസ് ഫ്രം യു. പ്ലീസ് കിച്ചു, ഇല്ലാന്ന് മാത്രം പറയരുത്. വെറുതെ എന്നെ കൊണ്ട് നീ ഫോഴ്സ് ചെയ്യിപ്പിക്കരുത്. ഇതാരാ ഈ ബാൽക്കണി ഡോർ തുറന്നിട്ടെ? ഓ, എല്ലാം തുറന്നു മാറിയിട്ട് പോയി കിടന്നു. ഇതെന്താ അവിടെ? ഇന്ദ്ര, അത് പക്ഷേ പറയാനും പറ്റത്തില്ലല്ലോ. ഇവരെന്താ ചെയ്യുന്നേ? ഓഹോ, പ്രപ്പോസൽ ചെയ്തിട്ട് 10 സെക്കൻഡ് കഴിഞ്ഞില്ല, അതിനിടയ്ക്ക് അവനെ കയറി ഉമ്മിക്കാൻ പോയി നിന്ന് കൊടുക്കുന്നല്ലേ. ചീറ്റിംഗ് ഫെലോ, കാണിച്ചു തരണം പുള്ളിയെ നിനക്ക്. നീ എങ്ങാണോ ഒന്നും വയ്ക്കണം. ഇന്ദ്ര വേണ്ട. എന്തിനാ കിച്ചു ഇങ്ങനെ പേടിക്കുന്നേ? ഒരു കിസ്സല്ലേ, വേറൊന്നുമല്ലല്ലോ. ഞാൻ വേറൊന്നും ചെയ്യത്തില്ല, സത്യം, പ്രോമിസ്. ഓ, അത് എന്നടാ പുല്ല എൻ്റെ പേടി. ഞാൻ പറഞ്ഞില്ല ഇന്ദ്ര, നമുക്ക് പിന്നോട് ഒരു ദിവസം ആവാം ഇതൊക്കെ. ഇപ്പം ഞാൻ നിന്നോട് പറഞ്ഞു, ജസ്റ്റ് വൺ കിസ്, ദാറ്റ്സ് ഇറ്റ്. അത് മാത്രം മതി എനിക്ക്. ഇന്ദ്ര വെറുതെ വിട്. എന്താ, ഞാൻ നിന്നെ പിടിച്ചപ്പോ നിനക്ക് ഇത്ര ഇത്? അവന്റെ റൂമിൽ നിന്ന് ഇറങ്ങി വന്നപ്പോ ഞാൻ ഇതൊന്നും കണ്ടില്ലല്ലോ. ഓ, അപ്പൊ ഇതാണ് അവന്റെ. എന്റെ ദൈവമേ, എനിക്ക് കൺട്രോൾ തരണേ അവനെ അടിക്കാതിരിക്കാനുള്ള. ഓ, ഇവനിതെന്ത്? അടങ്ങി നിക്ക് കിച്ചു, വെറുതെ ദേഷ്യം പിടിപ്പിക്കാതെ. അവൻ നിന്നെ പിടിച്ചിട്ടുണ്ടാവൂല്ലോ, അപ്പൊ നിനക്ക് നൊന്തില്ലല്ലോ. ഇപ്പൊ എന്താ? ആ, നിന്റെ അവനെന്താ? ദൈവമേ, എന്താ കിസ് ചെയ്യുന്നില്ലേ? നിന്റെ ലിപ്പിന് താഴെയുള്ള മോളെന്തേ? മോളോ? ദൈവമേ, അതിനെനിക്ക് മോളില്ലായിരുന്നല്ലോ. നീ സ്വപ്നം കണ്ടതായിരിക്കും. സ്വപ്നോ? നീ എന്തൊക്കെയാ പറയുന്നേ? എന്തു പറ്റി? കിസ് ചെയ്യുന്നില്ലേ? ഓ, അവൻ്റെ മോള് തൊട്ട് അവൻ്റെ കുണ്ടിയിലെ മുറിവ് വരെ അവന് ഓർമ്മ ഉണ്ടല്ലോ. ഓ, ഇതെങ്ങാണ് അവൻ എന്നോട് പറഞ്ഞുകൂടായിരുന്നോ? വല്ല കരിയെങ്കിലും എടുത്തൊരു കുത്തിട്ടുണ്ട് ഞാൻ നടന്നേനെ. ഓ, അത് നേരത്താണാവോ? അല്ലെങ്കിൽ ആ പൊട്ട ഇങ്ങനെ തന്നെ ഒരു വക പറഞ്ഞു തരത്തില്ല. സമയമാകുമ്പോഴായിരിക്കും ഞാൻ എല്ലാം അറിയുന്നത്. ഇനി യവനെങ്ങാണം കണ്ടുപിടിക്കണം. ഓ, അവന് ജീവനോടെ വേണ്ട എന്തോ. ഇനി എന്തെങ്കിലും പറഞ്ഞ് പിടിച്ച് ചെന്നാലേ പറ്റത്തുള്ളൂ. എന്താ, കിസ് ചെയ്യുന്നില്ലേ? നീ പറഞ്ഞത് ശരി, ഇപ്പോ വേണ്ട, ഒരു മൂഡില്ല എനിക്ക്. നിനക്ക് സീരിയസ്ലി അവിടെ മറുകില്ലായിരുന്നു നിന്റെ ചുണ്ടിൻ്റെ താഴെ? ഓ, ഇനി ഇല്ലായിരുന്നു എന്ന് പറഞ്ഞ ഡൗട്ട് തോന്നിയല്ലോ. ഉണ്ടായിരുന്നു. അത് ചില സമയം കാണും, ചില സമയം കാണത്തില്ല. പ്രത്യേകതരം മറുക ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് നല്ല ക്ലിയർ ആയിട്ട് നിൽക്കും, ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ മങ്ങിപ്പോവും. എന്താ ഇന്ദ്ര, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ചോദിച്ചല്ലോ. കിച്ചു, എന്നാ നീ പോയി കിടക്ക്, മഞ്ഞോളുണ്ട, വെറുതെ ഇവിടെ നിൽക്കണ്ട, ചെല്ല്. ഞാനും പോവാം. ഗുഡ് നൈറ്റ്. ശരി എന്നാ, വെറുതെ ഇവിടെ നിന്ന് മഞ്ഞോളുണ്ട, പോയി കിടക്കാൻ നോക്കാം. പിന്നെ നേരത്തെ അങ്ങനെ ഫോഴ്സ് ചെയ്ത് കിസ് ചെയ്യാൻ ശ്രമിച്ചതിന് സോറി. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. പോയാ? ഓ, എൻ്റെ അമ്മേ, ഇനിയെങ്ങാനും അവന് ഡൗട്ട് തോന്നിക്കാണോ? ഉറപ്പാ അവൻ എന്തൊക്കെയോ ഡൗട്ട് തോന്നിയിട്ടാ
അവ ഇപ്പം ഇങ്ങനൊരു അറ്റംപ്റ്റ് നടത്തിയത്. ഇല്ലെങ്കിൽ അവ എൻ്റെ അടുത്ത് പോലും വരാത്തവനായിരുന്നു. ഓ ഇനി എന്ത് ചെയ്യും ദൈവമേ. ഓ എടാ കാലമാട അനിയ, നീ കാരണം വഴി കൂടെ പോകുന്ന ഏണി എൻ്റെ തോളി കൊണ്ട് വെച്ചിട്ടാണല്ലോ കയറുന്നത്. ഓ എൻ്റെ ഒരു വിധി. ഓ ഇനി എന്തോ നീയും. ഓ എത്രയും പെട്ടെന്ന് അവനിവിടെ കൊണ്ടുവന്നേ പറ്റൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ഇവൻ എന്നെ കയറി റേപ്പ് ചെയ്യും മിക്കവാറും. അവനോടിപ്പം മുടിഞ്ഞ പ്രേമവാ, അതുറപ്പായ കാര്യമാ. പഴയതുപോലെയല്ല, സീനാണ്. പ്രേമം മൂത്ത് തലയ്ക്ക് പ്രാന്തായി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. കാണുന്ന ആദ്യമായിട്ടോ. ഓ അവിടെ അവന് വേറൊരു തരത്തിലെ പ്രാന്ത്. ഇന്ദിര. ഇവിടെ ഇപ്പം കിച്ചെന്നും പറഞ്ഞ് എനിക്ക് സൗകര്യം തരുന്നില്ല. ഓ ഇന്നവൻ കിസ് ചെയ്യാൻ വന്നതാങ്ങണോ അഖിലറിഞ്ഞ സെറ്റായി നീ എന്നെ ബ്രേക്കപ്പ് ആവേണ്ടി വരുമല്ലോ ദൈവമേ. ഓക്കെ ഫൈൻ. അല്ലെങ്കിലും എനിക്ക് പറഞ്ഞിട്ടുള്ള പണിയൊന്നുമല്ലല്ലോ ഈ ലവ് പ്രേമം എന്നൊക്കെ പറയുന്നത്. എൻ്റെ ഒരു യോഗവേ എന്ന് സെറ്റായോ അന്ന് തന്നെ കാമുകന്റെ അവിഹിതം കാണേണ്ടി വന്നു. വണ്ടർഫുൾ ആക്കി, വണ്ടർഫുൾ. എനിക്ക് മാത്രമേ ഇങ്ങനൊരു ലൈഫ് ദൈവം ലോകത്ത് തന്നിട്ടുള്ളൂ. യു ചീറ്റ്. നീ ഇത്ര പെട്ടെന്ന് തന്നെ ചീറ്റ് ചെയ്തു ഞാൻ വിചാരിച്ചില്ല. എങ്കിത് ഓ കറക്റ്റ് എങ്ങനെയാണോ സിനിമയിലെ പോലെ എവന്മാര് വന്ന് ഇന്ന് കാണുന്നത്. അവളെ പറഞ്ഞാൽ മതി, അവളല്ലേ ഇങ്ങനത്തെ സീനൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നേ. അല്ലെങ്കിലേ ഞാൻ ഇനി അവനെ ഡൗട്ട് അടിച്ചിട്ട് അവനെ ഇനി എങ്ങനെ വിശ്വസിപ്പിക്കുമെന്നും പറഞ്ഞ് നിൽക്കുമ്പോഴാണ് അവൻ്റെ ഒരു എൻട്രി. ഓ ഇനി ഞാൻ യവനോടെന്ത് പറയും? അടി അങ്ങനെയൊന്നുമല്ല, അത് അവനെന്തോ ചെറിയൊരു ഡൗട്ട്, അതുകൊണ്ട് നിന്ന് കൊടുത്തതാ. അവനെ കിസ് ചെയ്തില്ലല്ലോ, പിന്നെന്താ? ഓഹോ, അപ്പൊ നീ നിന്നു കൊടുത്തത് തന്നെയാ. ഞാൻ വിചാരിച്ചു നിന്നെ അവൻ പിടിച്ചു വെച്ചതായിരിക്കുമെന്ന്. ഓഹോ, അപ്പൊ മനഃപൂർവ്വം തന്നെയാ. നിന്നു കൊടുത്ത സ്ഥിതിക്ക് അവൻ കിസ് അടിച്ചിരുന്നെങ്കിൽ നീ അങ്ങ് വാങ്ങിച്ചേനല്ലേ. അല്ലെങ്കിൽ എനിക്കിത് തന്നെ വേണം. പണ്ടേ എന്നോട് ആരോ പറഞ്ഞിട്ടുണ്ട്, വേണ്ടാത്ത മോഹം ഒന്ന് മനസ്സിൽ വളർത്തല്ലേ എന്ന്. ഞാൻ കേൾക്കത്തില്ലല്ലോ. അനുഭവിക്കേണ്ടത് അനുഭവിച്ച് തന്നെ തീർക്കണമല്ലോ. ഓ ഈ പൊന്നി അങ്ങ് കൊന്നാലോ? ഓ അല്ലെങ്കിൽ വേണ്ട, ആവശ്യമുള്ള മുതലായിപ്പോയി. അതെ, ഞാൻ നിന്നു കൊടുത്ത തന്നെയാ. പിന്നെ നീ ഇത്ര വിഷമിക്കാൻ മാത്രം നീ എന്നോട് റിപ്ലൈ ഒന്നും പറഞ്ഞില്ലല്ലോ. ആലോചിക്കാന്ന് പറഞ്ഞിട്ടല്ലേ ഇറങ്ങിപ്പോയത്. പിന്നെ ഞാനെന്തിനാ നിന്നെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്? ഞാൻ എൻ്റെ ഇഷ്ടം നിന്നോട് പറഞ്ഞപ്പോൾ നിനക്ക് ചാടാം. ഓക്കെ, വേണ്ടെങ്കിൽ വേണ്ട. നിൻ്റെന്നേ കിട്ടുന്നില്ല, ഞാനായിട്ട് എടുത്തതല്ലേ ആ 2 കിസ്. നിൻ്റെന്നേ കിട്ടുന്നില്ല, അപ്പം പിന്നെ തരുന്നവരെങ്കിലും തന്നോട്ടെ. ഫ്രീ ആയിട്ട് തരുന്ന സാധനം ഞാൻ എന്തിനാ വേണ്ടെന്ന് വിചാരിക്കുന്നേ? ഇത് കൊള്ളാം, മാറിയില്ല അങ്ങോട്ട്. അല്ലല്ല നിന്നെ അത് ഞാനപ്പം ചുമ്മാ നിന്റെ മുമ്പ് എന്റെ പവർ പോവാതിരിക്കാൻ വേണ്ടി ഞാൻ അങ്ങനെ പറഞ്ഞതാ. എനിക്കും ഉണ്ട്. നിനക്ക് എന്തുണ്ടെന്ന്? അത് പിന്നെ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചാൽ, അല്ല ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയാനൊന്നും പറ്റത്തില്ല. പിന്നെ ഈ ഒന്നുമില്ലെങ്കിൽ ഞാൻ നിന്റെ 2-3 വയസ്സിന് മൂത്തതല്ലേ. നീ എന്നൊക്കെ വിളിക്കുന്ന വെച്ചിട്ട് എന്നെ അഗിയേട്ടാന്ന് വല്ലതും വിളിച്ചൂടെ? ഓ അങ്ങനെ. പൊന്നുമോനെ അഗിയേട്ടാ, അത് കിച്ചൂനാ നീ അഗിയേട്ടൻ. എനിക്ക് നീ അഗി തന്നെയാ. എനിക്ക് നിന്നെ അഗിയായിട്ട് തന്നെ മതി. നമ്മുടെ കാര്യത്തിൽ വരുമ്പോൾ ഇവിടെ കൂക്കി ടോപ്പാ, അത് നീ മറക്കണ്ട. അബിയുടെ സ്റ്റോറി ആകുമ്പോൾ അതിലെവിടെയെങ്കിലും കൂക്കി ടോപ്പായിരിക്കും. അത് പ്രകൃതി നിയമമാണ്. ഓക്കെ, അപ്പോൾ പറഞ്ഞു വന്നത്, ഞാൻ അഗിയേട്ട എന്ന് വിളിക്കുമെന്ന് അഗിമോൻ വിചാരിക്കണ്ട. പിന്നെ നിനക്കെന്നോട് എന്തുണ്ടെന്നാ പറഞ്ഞ് അതിത്തി ഡീറ്റെയിൽ ആയിട്ട് പറയാവോ? അച്ചു, അത് അച്ചു ആക്ച്വലി എനിക്കിതിനെ ഇഷ്ടമാണ്.
ഞാൻ അപ്പം പറഞ്ഞ എൻ്റെ വില പോയാലോന്ന് വിചാരിച്ചിട്ട് പറയാത്തതാ. നീ അച്ചു എന്ന് പറഞ്ഞപ്പോൾ ഐ എം സോ ഹാപ്പി. സത്യം പറഞ്ഞാൽ നീ അച്ചു ആയിരുന്നെങ്കിൽ ഞാനൊരു ഒരുപാട് ആഗ്രഹിച്ചു എന്നോട് അങ്ങനെ ഫ്ലർട്ടൊക്കെ ചെയ്തപ്പോൾ. ഓ, അങ്ങനെ ആഗ്രഹിച്ച സ്ഥിതിക്ക് ഒരു കാര്യം ചെയ്യാം. ഇപ്പം ഞാനൊരു കിസ് തരട്ടെ. അതൊന്നും വേണ്ട. ഇന്ദ്രവണം കണ്ട നീ അത് മതി. ഇപ്പൊ തന്നെ ആക്ച്വലി അവന് ഡൗട്ട് തോന്നാൻ കാരണമേ ഞാനെന്നാ തോന്നുന്നത്. നീയാ? അതിന് നീ എന്താ ചെയ്തേ? ഓ, മൂട് പോയി. ഒരു കിസ് അടിച്ചിട്ടാ ഇന്ദിരനെ പോയി എങ്ങനെയെങ്കിലും കൺവിൻസ് ചെയ്യാന്ന് വിചാരിച്ചതാ. അല്ല, അവൻ ഇപ്പം ഇങ്ങനെ ബിഹേവ് ചെയ്യാൻ മാത്രം നീ എന്താ ചെയ്തേ? അയ്യോ, അങ്ങനെ പറയത്തക്കായിട്ട് ഞാനൊന്നും ചെയ്തില്ല. ഞാൻ നിന്റെ റൂമിൽ നിന്ന് ഇറങ്ങി വന്നില്ലേ, അപ്പം അവൻ എന്നെ വിളിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്നായിരുന്നു. അപ്പോൾ അവൻ എന്നോട് ചോദിച്ചു ഞാനും നീയും തമ്മിൽ ഒരു ബ്രദേഴ്സ് തമ്മിലുള്ള റിലേഷൻ അല്ലേ എന്ന്. ഐ മീൻ ഞാനും കിച്ചു ആണ് അവൻ ഉദ്ദേശിച്ചെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ കിച്ചുയുടെ പേരെടുത്ത് പറയാത്തോണ്ടും നിന്നെയാണല്ലോ അവൻ ഇപ്പോൾ ഉദ്ദേശിച്ചത്. ഞാൻ നിന്റെ അടുത്ത് നിന്നാണല്ലോ ഇറങ്ങി വന്നത്. അതുകൊണ്ടും പിന്നെ പണ്ട് അവൻ കുറെ കിച്ചുവിനെ ഉപദ്രവിച്ചിട്ട് എനിക്കൊന്നും അവനെ ചെയ്യാൻ പറ്റിയില്ല. അതിൻ്റെ ഒരു അമർഷത്തിലൊക്കെ ഞാൻ പറഞ്ഞു ഞാനും അവനും തമ്മിലൊന്നുമില്ലെന്ന് പറഞ്ഞത് കള്ളാവും, എനിക്ക് അവനെ ഇഷ്ടമാണെന്ന്. അല്ല, ആക്ച്വലി ഞാൻ നിന്നെ ഇഷ്ടമാണെന്ന് അവനോട് പറഞ്ഞേ. പക്ഷെ അവൻ്റെ സൈഡിൽ നിന്ന് ചിന്തിക്കുമ്പോൾ നീ കിച്ചു ആണല്ലോ. അതൊക്കെ കൊണ്ട് ഫ്രസ്ട്രേറ്റഡ് ആയിട്ടായിരിക്കും അവൻ മിക്കവാറും നിന്നോട് ഇങ്ങനെ പെരുമാറിയത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതെൻ്റെ ഒരു ഡൗട്ട് മാത്രമാണേ. ഓ, അല്ലെങ്കിൽ ഇവിടെ പിടിവള്ളി മുഴുവൻ പോയിരിക്കുമ്പോൾ അങ്ങേരുടെ ഒരു ഡയലോഗ് അടി. നിനക്ക് എന്താകി കുഴപ്പം? അത് മാത്രമല്ല, അവൻ എന്തൊക്കെയോ ഡൗട്ട് അടിച്ചിട്ടുണ്ട്. അവൻ എന്നോട് ബ്ലാക്ക് മോളിനെ കുറിച്ചൊക്കെ ചോദിച്ചു. നിനക്കറിയോ, ഞാനും കിച്ചുവും തമ്മിലുള്ള ആകെയുള്ള ഡിഫറൻസാണ് അത് അവനോട് കിച്ചു തന്നെ ആയിരിക്കും പറഞ്ഞത്. എന്നാൽ പറഞ്ഞെന്നാ പൊട്ടൻ എന്നോട് പറഞ്ഞൂടെ? അതുമില്ല, വല്ല കരിയിട്ടിങ്ങനെ കുത്തിട്ടുണ്ട് നടക്കും. ഓ, അവന് നല്ല ഡൗട്ട് അടിച്ചിട്ട് ഇപ്പോൾ പോയേക്കുന്നേ. നീ ഒറ്റൊരുത്തം കാരണം അവൻ ഇന്ന് എൻ്റെ അടുത്ത് വന്നത്. ഇല്ലായിരുന്നെങ്കിൽ അവൻ്റെ അടുത്ത് പോലും അടുപ്പിക്കാതെ ഞാൻ വെച്ചോണ്ട് നടന്നായിരുന്നു. ഇനി എന്തൊക്കെ. അയ്യോ, അപ്പോൾ പ്രശ്നമായ? അല്ല, ഇനിയിപ്പം നിന്റെ പ്ലാൻ എന്താ? അല്ല, ഇനി നീ വലുതും കാണിച്ചാലും അവൻ വിശ്വസിക്കോ? അല്ല, ഇന്ദിരനെ എനിക്കറിയാം, അവൻ എന്തെങ്കിലും ഡൗട്ട് വന്നാൽ അതവൻ ക്ലിയർ ചെയ്യാതെ അടങ്ങത്തില്ല. അതുകൊണ്ട് ചോദിച്ചതാ. അപ്പോൾ ഒരു മുഴം മുമ്പേ നമ്മൾ എറിയണം. അതുപോലെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അവനെല്ലാം ക്ലിയർ ചെയ്യുന്നതിന് മുമ്പേ, അതിന് മുമ്പേ തന്നെ അവൻ്റെ ഡൗട്ടൊക്കെ ഞാൻ ക്ലിയർ ചെയ്യണം. മാറും, ഞാനിന്ന് അവൻ്റെ റൂമിൽ പോയി കിടക്കാൻ പോവാം. നീ ഇതെന്ത് ചെയ്യാൻ പോവാ? അതൊന്നും വേണ്ട. അല്ല, അവൻ ഇപ്പൊ ചെയ്തോലെ ഇതിനും വലുതൊക്കെ ചിലപ്പോൾ ചെയ്യാൻ ശ്രമിക്കും. അല്ലെങ്കിൽ അവനിപ്പോ കിച്ചുവിനോട് മുടിഞ്ഞ പ്രേമോ? അവന്റെ വിചാരമാണെങ്കിൽ നീ കിച്ചു ഒന്നും അവിടെ നിന്ന് പോയി കിടക്കണ്ട. വേറെ എന്തെങ്കിലും രീതിയിൽ നമുക്ക് തെളിയിക്കാം. ഞാനും നിന്നെ ഹെൽപ്പ് ചെയ്യാം. വേണമെങ്കിൽ ഞാൻ അവനെ സൈഡിൽ കൂടി ഇങ്ങനെ കൺവിൻസ് ചെയ്യിപ്പിക്കാം. അല്ലാതെ റൂമിലൊന്നും പോയി കിടക്കണ്ട. ഞാൻ പോലും നിന്നെ ചൊല്ലി കണ്ടിട്ടില്ല. അപ്പോഴോ നീ വേണ്ട. ഓ, എൻ്റെ പൊന്നാകി, നീ മിണ്ടാതിരിക്കോ? എടാ, അവൻ നല്ല ഡൗട്ട് അടിച്ചിട്ടാണ് പോയേ. അതെനിക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായ കാര്യമാണ്. അവൻ എന്നോട് എടുത്തു ചോദിച്ചു നിൻ്റെ ലിപ്പിൻ്റെ താഴെയുള്ള മോളെവിടെയെന്ന്. അത് അങ്ങനെ വിട്ടാൽ പറ്റത്തില്ല. അത് ചെറിയ കാര്യമല്ല. ഇന്ദിരയെ സംബന്ധിച്ച് നോക്കുമ്പോൾ, എടാ, ഇപ്പോൾ എനിക്ക് നീ എൻ്റെ അടുത്ത് വരുമ്പോൾ ഉണ്ടാകുന്ന എൻ്റെ ചേഞ്ചസ് ഉണ്ടല്ലോ, അതുപോലെ തന്നെയാണ് ഇന്ദിരയ്ക്ക് കിച്ചുവിൻ്റെ അടുത്ത് പോകുമ്പോഴും. അതൊന്നും അവൻ എൻ്റെ അടുത്ത് വന്നപ്പോൾ തോന്നിയിട്ടില്ല, അത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് അവൻ ഇത്രയും ഡൗട്ടായതും. അവൻ എൻ്റെ അടുത്ത് ആദ്യം സംസാരിച്ച രീതിയിലല്ല പിന്നെ സംസാരിച്ചത്. അവനങ്ങ് പോയി ഒന്നും മിണ്ടാണ്ട്. വേണമെങ്കിൽ എൻ്റെ സ്ഥാനത്ത് കിച്ചു ആയിരുന്നെങ്കിൽ അവൻ ഫോഴ്സ് ചെയ്ത് കിസ് ചെയ്തേനെ. പക്ഷേ ഇല്ല, അപ്പോൾ അത് ചെയ്തില്ല. അതിൻ്റെ അടുത്ത് അവന് നല്ല ഡൗട്ടുണ്ട്. ആ ഡൗട്ട് ഞാനായിട്ട് എന്നെ മാറ്റി കൊടുക്കണമെങ്കിൽ ഇതല്ലാതെ വേറെ വഴിയില്ല.
വേറെ എന്ത് ചെയ്യാനാ? വേറെ എന്ത് ചെയ്ത് വിശ്വസിപ്പിക്കുന്ന? ഓ, വിശ്വസിപ്പിക്കാനും നിനക്ക് അത് മാത്രമുള്ള ചിന്ത. എടാ, അവൻ ഒന്നാമതാകെ ഫ്രസ്ട്രേറ്റഡാ. അതിൻ്റെ ഇടയിൽ കൂടെ ദേഷ്യവും കൂടെ കാണും. ആ ഒരു മൈൻഡിൽ നിൽക്കുമ്പോൾ പുറത്ത് കൺഫ്യൂസ്ഡ് കൂടെയാ. ഒന്നും ചെയ്യാൻ മടിക്കത്തില്ല. കിച്ചുവിന് ചെയ്ത പോലെ അങ്ങനെ പറ്റത്തില്ല. അങ്കി പ്ലീസ് അങ്കി പോണ്ട, നമുക്ക് വേറെന്തെങ്കിലും വഴി നോക്കാം. ഓ പൊന്നു മോനെ അഗി, നിനക്കെന്നെ കണ്ടിട്ട് പോങ്ങനായിട്ടൊന്നും തോന്നില്ലല്ലോ. ഞാൻ കുത്തിയിട്ട് തന്നെയല്ലേ നിൻ്റെ അനിയ ഇന്ദ്ര ആശുപത്രി കിടന്നത്? അല്ല ഇനി വേറെ ആരെങ്കിലും വന്ന് കുത്തിയോ? പിന്നെ കുറച്ച് മുമ്പേ നീ കണ്ടത് അവന് വേണ്ടി നിന്നു കൊടുത്തത്. എൻ്റെ ആവശ്യം ഇവിടെ നിൽക്കേണ്ടത്. കാരണം എൻ്റെ തന്തയെ ചത്തത്. അങ്ങേരെ കൊന്നാരാന്ന് കണ്ടുപിടിച്ചില്ലെങ്കിലേ ഞാൻ ആണായിട്ട് പറഞ്ഞ മോനാന്ന് പറഞ്ഞ് ജീവിച്ചിരുന്നിട്ട് കാര്യമല്ല. എനിക്ക് ഇങ്ങോട്ട് കിട്ടുന്നതിൻ്റെ ഇരട്ടിയായിട്ട് തിരിച്ചു കൊടുത്തേ എനിക്ക് ശീലമുള്ളൂ. അത് ഞാൻ അങ്ങനെ തന്നെ കൊടുക്കുകയും ചെയ്യും. അതുകൊണ്ട് അവ എന്നെ ഒന്നും ചെയ്യത്തില്ല. കിച്ചുവിനും അവ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ അനിയൻ്റേതായ കഴിവുകേടുകൾ ഒരുപാടുള്ളതുകൊണ്ട് തന്നെയാണ്. പക്ഷേ അവൻ അത്രയ്ക്കങ്ങ് മറ്റതാണെന്ന് നീയൊന്നും വിചാരിക്കരുത്. അതുകൊണ്ട് എന്നെ വല്ലതും അവൻ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് തിരിച്ച് പ്രതികരിക്കാനുള്ള ശക്തിയും ബലമൊക്കെ ആവശ്യത്തിലധികമുണ്ട്. എന്നെ ഓർത്ത് നീ തൽക്കാലം ടെൻഷൻ അടിക്കണ്ട കേട്ടോ. പൊന്നു മോൻ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഉറക്കൊഴിഞ്ഞിട്ടിരുന്ന് ഈ മോന്തയും കണ്ണൊന്നും കറുപ്പിക്കാണ്ട് ചെല്ലേ പോയി കിടന്നുറങ്ങും. അങ്കി എടാ, ഞാൻ അല്ലെങ്കിൽ ഞാൻ പറയുന്ന ആരാ കേക്കുന്നേ? ദൈവമേ. ആ, ഇച്ചായൻ കിടന്നില്ലായിരുന്നോ? ഇവിടെ എല്ലാരും കിടന്നല്ലോ. ഇച്ചായൻ എന്താ കോളേജിൽ നിന്ന് വന്നപ്പോൾ ലേറ്റ് ആയോ? നീ വന്നോ? കുറച്ച് ലേറ്റ് ആടാ. ആക്ച്വലി ഞാൻ നിന്നെ വെയിറ്റ് ചെയ്തിരുന്നതാ. അതാ പിന്നെ ടി വിയും കണ്ടുകൊണ്ടിരുന്നത്. നമുക്കൊന്ന് സംസാരിച്ചാലോ? അതെന്താ ഇച്ചായ ഒരു ഫോർമാലിറ്റി ഒക്കെ? സാധാരണ അനിയനോട് ചേട്ടന് സംസാരിക്കണമെങ്കിൽ ഇങ്ങനത്തെ ഫോർമാലിറ്റി ഒരു ആവശ്യമൊക്കെ ഉണ്ടോ? അത് നീ പറഞ്ഞത് ശരിയാ. സാധാരണ അനിയൻ ചേട്ടൻ ബന്ധത്തിൻ്റെ അകത്ത് അങ്ങനെ ഒരു ഫോർമാലിറ്റിയുടെ ആവശ്യമില്ല. പക്ഷേ എൻ്റെ അനിയനാകുമ്പോൾ ചോദിക്കണമല്ലോ. അനിയൻ്റെ പോക്ക് ശരിയല്ലെന്ന് കണ്ടാലും അനിയൻ ഒരുപാട് വളർന്നെന്ന് തോന്നിയാലൊക്കെ ഫോർമാലിറ്റിയൊക്കെ കൊണ്ടുവരുന്ന കുറച്ച് നല്ലത് തന്നെയാണ്. അതുകൊണ്ട് ചോദിച്ചതേ ഉള്ളൂ. അപ്പം എങ്ങനെയാ, സംസാരിച്ചാലോ? വൈ നോട്ട്? ഇച്ചാൻ ഏതായാലും ഫോർമാലിറ്റി ഒക്കെ കൊണ്ടുവന്ന സ്ഥിതിക്ക് ഇച്ചാൻ എന്തൊക്കെയോ അറിഞ്ഞു എന്നുള്ള സത്യമാണ്. എനിക്ക് മനസ്സിലായി. അപ്പോ സംസാരിക്കാം, അതിനെന്താ? ഓക്കെ, ഫൈൻ, ഗുഡ് ഡിസിഷൻ. നിനക്ക് നമ്മുടെ അപ്പച്ചൻ സക്രിയ ജോണിനെ ഇഷ്ടമാണോ? ഇഷ്ടമാണല്ലോ. അതെന്ത് ചോദിച്ചായ? അപ്പച്ചനല്ലാണ്ട് വേറെ ആരെങ്കിലും നമ്മളങ്ങനെ സ്നേഹിച്ചിട്ടുണ്ടോ? എന്താ ഇപ്പൊ ഇച്ചായൻ ഇതിനെക്കുറിച്ച് ചോദിക്കാൻ കാരണം? ഞാൻ മറന്നു. ഇച്ചായൻ ഇപ്പോഴും അപ്പച്ചനെ കൊന്നവരെ പിറകെ തന്നെയല്ലേ? എന്താ ഇച്ചായ, ആരെന്നെല്ലാം അറിഞ്ഞായിരുന്നോ? അതാദം പറഞ്ഞിട്ട് കുറേ നാളായി ആൽവിനെ. പിന്നെ അപ്പനെ കൊന്നവരുമായിട്ട് അനിയൻ്റെ സഹവാസം എന്ന് അറിഞ്ഞപ്പോൾ ഒന്ന് ഞെട്ടി. അതൊന്ന് അറിയിച്ച് തിരുത്താനാ ഇപ്പം ഞാൻ സംസാരിച്ചോട്ടേന്ന് ചോദിച്ചത്. ഇബ്രാഹിമുമായിട്ട് നിനക്കെന്താ കണക്ഷൻ? എന്തേലും ഉണ്ടെങ്കിൽ ഇവിടെ വച്ച് നിർത്തിക്കോ. ആദമിനെ നിനക്കറിയാം. അനിയനെ കൊല്ലാനും ഞാൻ മടിക്കത്തില്ല. കാരണം ആദമിനെന്നും ആദമിൻ്റെ ഒപ്പം തന്നെയാണ് വലുത്. അത് നീ മറക്കണ്ട. ഒന്നും എന്നെക്കൊണ്ട് ഓർമ്മിപ്പിക്കരുത്. നീ പറഞ്ഞാൽ മനസ്സിലായോ? നീ എന്തിനാ ഇബ്രാഹിമുമായിട്ട് കൂട്ടുപിടിക്കുന്നത്? എന്താ നിൻ്റെ ഉദ്ദേശം? ഒന്നുമില്ലാണ്ട് നീ ഒന്നിനും ചെന്ന് കയറത്തില്ലാന്ന് എനിക്കറിയാം ആൽവി. ഒന്നുമില്ലെങ്കിലും നീ എൻ്റെ അനിയനല്ലേ? പറടാ. ഇബ്രാഹിമുമായിട്ട് ഞാൻ കൂട്ടുപിടിക്കുന്നതിന് എനിക്ക് കാരണങ്ങളുണ്ട്, അതില്ലാന്ന് ഞാൻ പറയത്തില്ല. അത് പേഴ്സണലാ. ഇച്ചായൻ ഇതുവരെ എന്നോട് അപ്പനെ കൊന്ന ആരാന്ന് പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ഇതും സീക്രട്ടാ. ഇതിന് ഇച്ചായൻ എന്നെ എടുത്തിട്ട് തല്ലിയാലും ഞാൻ പറയാൻ പോകുന്നില്ല. പിന്നെ അപ്പനെ കൊന്ന ആളും ഇബ്രാഹിമും തമ്മിൽ എന്താ ബന്ധം? അത് ഇച്ചായൻ പറഞ്ഞില്ല. ബന്ധം അറിയണമല്ലേ എൻ്റെ അനിയന്? എടാ പന്ന മൈരേ, ആ ഇബ്രാഹിം തന്നെയാണ് നിൻ്റെയും എൻ്റെയും റാമേട്ടൻ്റെയും തന്ത, അതായത് സക്രിയ ജോണിനെ കൊന്നു തിന്നത്. അതിൻ്റെ തെളിവ് സഹിതം എൻ്റെ കയ്യിലുണ്ട്. എന്താ, നിനക്കെന്നെ വിശ്വാസമല്ലേ? നിനക്കറിയാലോ, 3 വർഷം കൊണ്ട് ഞാൻ അയാളുടെ പിറകെയാണ്.
ശിവാങ്കിൾ മരിച്ച അതേ ദിവസം എൻ്റെ അപ്പനും പോയി. രണ്ടുപേരെയും കൊന്നത് ഒരാളെന്നാണ് ഞാൻ വിചാരിച്ചത്. അല്ല, ശിവാങ്കിളെ കൊന്ന ആരാന്ന് എനിക്കറിയത്തില്ല. അത് കണ്ടുപിടിക്കാനും ഞാൻ ശ്രമിച്ചതാ, പക്ഷെ പറ്റിയില്ല. പക്ഷേ എൻ്റെ അപ്പനെ കൊന്നത് ഇബ്രാഹിമാണ്. തെളിവ് സഹിതം എൻ്റെ കയ്യിലുണ്ട്. ഇപ്പോൾ അങ്ങേറെ മോളുണ്ടല്ലോ ഫിദ, അവളായിട്ട് വന്ന് എൻ്റെ മാളത്തിലോട്ട് കയറിയിരിക്കുക. അയാളെ കൊല്ലാൻ പറ്റില്ലെങ്കിൽ ആ നായിൻ്റെ മോളെ ഏതെങ്കിലും ഒന്നിനാതമ്മ തീർത്തിരിക്കും. ഒന്നുമില്ലെങ്കിൽ എൻ്റെ തന്തയെ കൊന്നവനെ വെറുതെ വെച്ചെന്നുള്ള പേരെങ്കിലും ഞാൻ കേൾക്കാതിരിക്കൂലടാ. അതുകൊണ്ട് മര്യാദയ്ക്ക് പറയാം, നിനക്ക് ഇതുവരെ ഈ കാര്യം അറിയത്തില്ല എന്ന് എനിക്കറിയായിരുന്നു. ഇപ്പം നിന്നോട് ഞാൻ പറഞ്ഞത് അവിടുത്തെ സഹവാസം നിർത്താൻ വേണ്ടിയിട്ടാണ്. മര്യാദയ്ക്ക് നിർത്തിക്കോ. എനിക്കറിയാം നിനക്ക് വേറെ എന്തൊക്കെയോ ലക്ഷ്യങ്ങളുണ്ടെന്ന്. നിനക്ക് കിച്ചുവായിട്ട് എന്തൊക്കെയോ വൈരാഗ്യങ്ങളുണ്ട്. കിച്ചു അച്ചുമായിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങളുമുണ്ട്. എൻ്റെ അനിയനെ മനസ്സിലാക്കിയെങ്കിൽ പിന്നെ ഞാൻ എന്ത് കോപ്പിലെ ചേട്ടനാടാ. അതുകൊണ്ട് അവരോടുള്ള ദേഷ്യവും വൈരാഗ്യമൊക്കെ പഠിച്ച കാലത്തെ വെറും ഒരു കുസൃതിയായിട്ട് അങ്ങ് കളഞ്ഞോണം. വെറുതെ അതൊക്കെ വച്ച് മനസ്സിൽ കുത്തിപ്പൊക്കി നടന്ന് വൈരാഗ്യം തീർക്കാനും പ്രതികാരം ചെയ്യാനും നടന്നു കഴിഞ്ഞാൽ കൊന്നു കളയും. അനിയനാണെന്ന് ഞാനങ്ങ് മറക്കും. കേട്ടടാ? ഇച്ചയം പറഞ്ഞതൊക്കെ ശരിയാ. എനിക്ക് അവനോട് വൈരാഗ്യമുണ്ട്, കൊല്ലാനുള്ള ദേഷ്യമുണ്ട്. അവനെ കൊല്ലാൻ വേണ്ടി തന്നെയാ ഇബ്രാഹിമിൻ്റെയൊക്കെ കൂടെ ഞാൻ കൂടിയത്. പക്ഷെ ഇബ്രാഹിം അപ്പനെ കൊന്നതെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു ഇച്ചായൻ പറയുന്നവരെ. അല്ലെങ്കിൽ തന്നെ ഞാനെങ്ങനെ അറിയാനാ? എന്നോടാരും ഒന്നും പറയത്തില്ലല്ലോ. ഇച്ചായ, ഇപ്പൊ ഇബ്രാഹിം എൻ്റെയും കൂടെ ശത്രുവാ. പിന്നെ കിച്ചുവിനോട് എനിക്കുള്ളത് വെറുപ്പും വൈരാഗ്യവും എല്ലാം ഉണ്ട് ഇച്ചായ. എൻ്റെ ആ പ്രായത്തിൽ അത്രയും പേരുടെ മുമ്പിൽ വെച്ച് അവ എന്നെ ഇൻസൾട്ട് ചെയ്തത്. അതങ്ങനെയൊന്നും മാറുന്നൊന്നല്ല. അതിന് തിരിച്ചടി എന്തെങ്കിലും കൊടുത്തേ പറ്റൂ. നിർത്തടാ. എടാ പുല്ലേ, ആ ചെറുക്കൻ ഈ വീട്ടിൽ കിടന്ന് ചില്ലറ കണക്കിനല്ല അനുഭവിച്ചത്. എന്നെക്കാളും ഒരുത്തനെ നീ തലക്കയറ്റി വെച്ചിട്ടുണ്ടല്ലോ ഇന്ദ്രാന്നും പറഞ്ഞോണ്ട്. എൻ്റെ കൂട്ടുകാരൻ അവൻ ഇവിടെ ഇട്ട് ദ്രോഹിച്ചു. അതിനേക്കാളും വലുതൊന്നും ഇനി അവന് വരാനില്ല. ദ്രോഹിച്ചിട്ട് സ്നേഹിച്ചിട്ട് കാര്യമില്ല എന്ന് പറയത്തില്ലേ? അത് തന്നെ എനിക്ക് എൻ്റെ ഫ്രണ്ടിനോട് പറയാനുള്ളത്. പക്ഷേ ഇപ്പോൾ അവന് ഇഷ്ടമാണ്, ജീവന് തുല്യ ഇഷ്ടമാണ്. കാരണം കിച്ചു എന്ന് പറയുന്നത് ഒരു പ്യൂർ സോളാണ്. അവ ഒരിക്കലും ഇന്ദ്രയെ വിട്ട് പോകത്തില്ല. അതുകൊണ്ട് നിൻ്റെ പ്രതികാരം നീ ചുരുട്ടി മടക്കി അങ്ങ് പോക്കറ്റി വെച്ചോ. അത് ഈ ആദമ്മ ജീവനോടെ ഇരിക്കുന്നുള്ള കാലം നിനക്കത് കിച്ചുവിൻ്റെ അടുത്തോട്ട് എടുക്കാൻ പറ്റത്തില്ല. നിൻ്റെ കയ്യിനെ ഞാൻ ചവിട്ടി ഓടിക്കും. പറഞ്ഞില്ല എന്ന് വേണ്ട. ഇല്ല ചായ, എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ അതിനേക്കാൾ വലുത് തന്നെയാ എനിക്കും എൻ്റെ അപ്പനെ കൊന്നോനെ കൊന്തേണ്ടത്. എന്താ ചായ ചെയ്യണ്ടേ? എന്താ ചായൻ്റെ പ്ലാൻ? ഫിദ വഴിയോ അതോ ഞാൻ അവരുടെ അടുത്ത് അണഞ്ഞണഞ്ഞ് നിന്നിട്ട് അങ്ങ് കാച്ചട്ടെ? രണ്ടും വേണം ആൽവി. ഇതിൽ ആസി നിരപരാധിയാ. അവനൊന്നും അറിയില്ല. അവനെന്ന അഖിലേട്ടൻ്റെ കൂടെ ആയിരുന്നു ഫ്ലാറ്റിൽ. അതെനിക്കറിയാന്നുള്ള കാര്യമാണ്. പിന്നെ ഫിദ, അവക്കറിയാം അവളെ തന്ത തന്നെയാണ് എൻ്റെ അപ്പനെ കൊന്നേന്ന്. പിന്നെ അവൾക്ക് എൻ്റെ അടുത്തുള്ള ഇളക്കം അത് ഞാൻ നന്നായിട്ട് മുതലെടുക്കും. അവളെ വഴി ഞാൻ നോക്കാം, അവളെ ഞാൻ ഹാൻഡിൽ ചെയ്യാം. നീ ഇപ്പം എങ്ങനെയാണോ നിൽക്കുന്നത് അങ്ങനെ തന്നെ അവരുടെ അടുത്ത് നിന്നോ. അത് കിച്ചുവിനെ കൊല്ലാൻ വേണ്ടി ആയിരിക്കില്ല, അത്രേ എനിക്ക് പറയാനുള്ളൂ. നമ്മുടെ കാര്യം നടക്കാൻ വേണ്ടിയായിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ അപ്പനെ കൊന്നവനെ കൊല്ലാൻ വേണ്ടിയായിരിക്കണം. പറഞ്ഞ കേട്ടോ? മനസ്സിലായി ചായ. എന്തൊക്കെ വന്നാലും അവൻ്റെ നാശം നമ്മുടെ കൈ കൊണ്ട് തന്നെ ആയിരിക്കണേ ചായ. അവൻ അങ്ങനെയൊന്നും രക്ഷപ്പെടാൻ അനുവദിച്ചുകൂടാ. എന്നാ ചെന്ന് കിടന്നോ. വെറുതെ നിന്ന് തല പോയിക്കണ്ട. ചെയ്യാനുള്ളതൊക്കെ നിന്റെ ഇച്ഛായ ഞാൻ ചെയ്തോളാം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയാം. ഇപ്പം വച്ചേക്കുന്ന ബന്ധം അങ്ങ് മുറിക്കണ്ട, അങ്ങനെ അങ്ങ് വെച്ച് വെക്കോ കേട്ടാ. ശരി ചായ. എന്നാ ഞാൻ കിടക്കാൻ പോയി ചായ. ഇനി ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയുകയാണെങ്കിൽ ഇച്ചാൻ എന്നോട് ഒന്ന് പറയാണ്ടിരിക്കല്ലേ? ഓ, അത് ഞാൻ ആലോചിക്കാം. പിന്നെ ഞാൻ പറഞ്ഞൊന്നും മറക്കണ്ട,
കിച്ചുവിൻ്റെ അടുത്ത് നിൻ്റെ വേലത്തരം വല്ല ആക്കി കഴിഞ്ഞാൽ അറിയാലോ, കൊന്നുകളയും, വിഷം തന്ന് കൊന്നുകളയും. അത് നീ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കരുത്. പോ. ഓ, എന്തോ എവിടെയോ എന്തൊക്കെയോ മിസ്റ്റേക്ക്. എന്നാലും അങ്ങനെ ആവാൻ യാതൊരു ചാൻസും ഇല്ല. തിരിച്ചാവാനും ചാൻസ് ഇല്ലല്ലോ. ഓ, എന്തായാലും ഇത് കണ്ടുപിടിച്ചേ പറ്റത്തുള്ളൂ. അങ്ങനെ തീരെ മണ്ടനാവാൻ ഇന്ദ്രയെ കൊണ്ട് പറ്റത്തില്ലല്ലോ. ഇന്ദ്ര കിടന്നില്ലായിരുന്നോ? നമുക്കിന്ന് കിടന്നാലോ? ഇല്ല, ആക്ച്വലി കിടന്നിട്ട് ഉറക്കം വന്നില്ല. അല്ല, കിച്ചു കിടക്കുന്നില്ലേ? താൻ പോയി കിടന്നോ, റൂമിൽ പോയി. ഞാൻ കിടന്നോളാം, കുറച്ചു നേരം കഴിഞ്ഞിട്ട് കിടന്നോളാം. ചെല്ല്. ഞാൻ കിടക്കാനാ ഇങ്ങോട്ട് വന്നേ. ഞാൻ മാറി കിടക്കുന്നതിനല്ലേ ഇന്ദ്രയ്ക്ക് പ്രശ്നം. ഇന്നോട്ട് ഞാൻ ഇന്ദ്രയുടെ കൂടെ തന്നെ ഇവിടെ കിടന്നോളാം. കുഴപ്പമില്ല, ഞാൻ സോഫയിൽ കിടന്നോളാം. ഇന്ദ്ര കട്ടിലിൽ കിടന്നോ. അതെന്താ അങ്ങനെ പെട്ടെന്ന്? ഇത്രയും ദിവസം നീ ഗസ്റ്റ് റൂമിലല്ലേ കിടന്നേ? എന്താ പെട്ടെന്ന് നിനക്കൊരു മാറ്റം? യവനാര്? സേതുരാമയ്യറോ? എനിക്കൊരു മാറ്റമല്ല, അങ്ങോട്ട് മാറും. കയറി കിടക്കാൻ നോക്ക്, വെറുതെ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കാതെ. കിടക്കാനും പറഞ്ഞ് വന്നതും പോരാ, ചോദ്യത്തിന് വേണ്ട ചോദ്യം. അല്ലെങ്കിലേ മനുഷ്യന് സമാധാനമില്ല. എൻ്റെ ഇടയിൽ കൂടെയാണ് അവൻ്റെ. ഗുഡ് നൈറ്റ്. 100% ഷുവറാണ്. ഷീസ് ഹൈഡിങ് ഫ്രം മീ സംതിങ്. എന്തോ വലുത്, ഞാൻ അറിയാൻ പാടില്ല എന്ന് അവൻ ആഗ്രഹിക്കുന്ന എന്തോ വലുത്, അതവൻ എൻ്റെ നിന്ന് ഹൈഡ് ചെയ്യുക. നിനക്ക് തെറ്റിക്കിച്ചു, അതിനി എന്തായാലും ഞാൻ കണ്ടുപിടിക്കും. നിന്നെ അറിയാനാണോ എനിക്കിത്ര പാട്? നിന്റെ അടുത്ത് വന്നാൽ മതി, അല്ലെങ്കിൽ നിന്റെ ആ സ്മെല്ല് പോട്ടെ, നിന്റെ ആ ഒരു സ്പർശനം പോലും ഈ ഇന്ദ്രയ്ക്ക് കാണാപ്പാടാവും. എന്നെ പറ്റിക്കാൻ നിനക്ക് പറ്റത്തിലേക്കിച്ചു. ഇന്ന് നീ ഉറങ്ങിക്കോ. നാളെ എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ നിന്നെ പറ്റിയുള്ള എല്ലാം ഞാൻ കണ്ടുപിടിച്ചിരിക്കും.